നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലിരിക്കുന്ന 3 AI മോഡലുകളെ കുറിച്ചാണ്. ഇത് പറയുക മാത്രമല്ല, ഈ 3 മോഡലുകളെയും നമ്മൾ അതിന്റെ എഫിഷ്യൻസി മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ടെസ്റ്റ് കൂടി ചെയ്യുകയാണ്. AI മോഡലിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് ഗൂഗിളിന്റെ Veo 3 എന്നത്. എന്നാൽ Veo 3 വെല്ലാൻ ചൈനയുടെ മറ്റൊരു മോഡൽ കൂടി നിലവിലുണ്ട്. അതാണ് ബൈറ്റ്ഡാൻസിന്റെ Seedance AI എന്നത്. ഈ 3 AI മോഡലുകളും എത്രത്തോളം പെർഫോമൻസ് ചെയ്യാൻ കഴിയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇതിനെ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ച് എത്രത്തോളം മികച്ച ഔട്ട്പുട്ട് തരാൻ കഴിയുമെന്നാണ് നമ്മൾ ഈ ടെസ്റ്റിലൂടെ നോക്കുന്നത്. അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലറായി നിൽക്കുന്ന 3 AI മോഡലുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേതാണ് Seedance AI, രണ്ടാമത്തേതാണ് ഗൂഗിളിന്റെ Veo 3 എന്നത്, മൂന്നാമത്തേതാണ് Kling 2.1 മാസ്റ്റർ എന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഈ 3 മോഡലുകളും വളരെ മികച്ച മോഡലുകൾ തന്നെയാണ്. ഇതിൽ ഗൂഗിളിന്റെ Veo 3 മോഡലിനെ കുറിച്ച് ഞാൻ മുൻപ് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിരുന്നു. അത് കേൾക്കേണ്ടവർക്ക് അതിന്റെ ലിങ്ക് കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ഒന്നാമത്തെ AI മോഡലായ Seedance AI വന്നാൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അനാലിസിസിൽ ഗൂഗിളിന്റെ Veo 3യേക്കാളും ഒരുപടി മുന്നിലാണ് Seedance AI എന്നത്. ഇതിൽ Seedance AI എന്ന മോഡൽ എന്നത് ബൈറ്റ്ഡാൻസ് AI എന്ന കമ്പനി വികസിപ്പിച്ച ഒരു വീഡിയോ ജനറേഷൻ ടൂൾ ആണ് Seedance AI എന്നത്. മുൻപ് ട്രെൻഡിംഗിൽ ടിക്ടോക്ക് അല്ലെങ്കിൽ CapCut എന്നിവ ഈ ബൈറ്റ്ഡാൻസ് AI എന്ന കമ്പനിയുടെ പ്രൊഡക്റ്റുകളാണ്. ജൂൺ 11, 2025 Seedance AI റിലീസ് ചെയ്തത്. ഇനി രണ്ടാമത്തേതാണ് Veo 3 എന്നത്. Veo 3 എന്നത് നമുക്കറിയാം ഗൂഗിളിന്റെ ഒരു വീഡിയോ ജനറേഷൻ AI മോഡലാണ്. ഇനി ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ഒരു AI മോഡൽ കൂടിയാണ് Veo 3 എന്നത്. അതുപോലെ തന്നെ മറ്റ് AI മോഡലുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗൂഗിൾ Veo 3ക്കുള്ള പ്രത്യേക അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒറ്റ പ്രോംപ്റ്റിൽ തന്നെ വീഡിയോയുടെ കൂടെ ഓഡിയോ, അതായത് സൗണ്ട് എഫക്ട്സ്, ആംബിയന്റ് നോയ്സ് എന്നിവ ജനറേറ്റ് ചെയ്യാൻ കഴിയുമെന്നതാണ്. ഇനി മൂന്നാമത്തേതാണ് Kling 2.1 മാസ്റ്റർ എന്നത്. ഇതും ഒരു ചൈനീസ് AI മോഡലാണ്. കൈഷു ടെക്നോളജി എന്ന ചൈനീസ് ടെക് കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അതുപോലെ തന്നെ ഗൂഗിളിന്റെ Veo 3യുമായി ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു AI മോഡൽ കൂടിയാണ് Kling 2.1 മാസ്റ്റർ എന്നത്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ വീഡിയോ ജനറേഷൻ മോഡലുകളിൽ AIയുടെ അനാലിസിസിൽ ഏറ്റവും കൂടുതൽ മുൻപിൽ നിൽക്കുന്ന ഒരു മോഡൽ എന്നത് ബൈറ്റ്ഡാൻസിന്റെ Seedance AI ആണ്. ഇതിൽ രണ്ടാമത്തേതാണ് ഗൂഗിളിന്റെ Veo 3 എന്നത്. അതിലും താഴെ മാത്രമാണ് Kling AI മോഡലുകളുടെ സ്ഥാനം എന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ പ്രോംപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ 3 മോഡലുകളുടെയും എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ ഏത് മോഡലുകളാണ് മികച്ച ഔട്ട്പുട്ട് തരുന്നതെന്ന് നമുക്ക് നോക്കാം. ChatGPT ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള 4 പ്രോംപ്റ്റുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പ്രോംപ്റ്റുകൾ ഉപയോഗിച്ച് ഈ 4 മോഡലുകളിലും വീഡിയോ ജനറേറ്റ് ചെയ്ത് നോക്കാം. ഇതിൽ ഒന്നാമത്തെ പ്രോംപ്റ്റ് നമുക്ക് Seedance AI എന്ന മോഡലുകൾ ജനറേറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് ആദ്യത്തെ പ്രോംപ്റ്റ് ഉപയോഗിച്ച് Seedance AI നമ്മൾ ജനറേറ്റ് ചെയ്ത വീഡിയോ എന്നത്. ഇതേ പ്രോംപ്റ്റ് തന്നെ ഉപയോഗിച്ച് രണ്ടാമത്തെ മോഡലായ ഗൂഗിൾ Veo 3 നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് Veo 3യിൽ ആദ്യത്തെ പ്രോംപ്റ്റ് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്ത വീഡിയോ എന്നത്. ഇനി ഇതേ പ്രോംപ്റ്റ് തന്നെ നമുക്ക് മൂന്നാമത്തെ AI മോഡലായ Kling 2.1 മാസ്റ്ററിൽ നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് Kling 2.1 മാസ്റ്ററിൽ ആദ്യത്തെ പ്രോംപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ജനറേറ്റ് ചെയ്ത വീഡിയോ എന്നത്. ഇനി ഇതേ പ്രോസസ് തന്നെ നമുക്ക് രണ്ടാമത്തെ പ്രോംപ്റ്റ് ഉപയോഗിച്ച് ഈ 3 AI മോഡലുകൾ നമുക്ക് ജനറേറ്റ് ചെയ്ത് നോക്കാം. Always do this. Maybe if you actually listen to me. Maybe if you actually listen to me for once.
ജനറേറ്റ് ചെയ്ത വീഡിയോകളിൽ ഓരോ പ്രോംപ്റ്റ് അനുസരിച്ച് ഏത് AI മോഡലിലാണ് മികച്ച ഔട്ട്പുട്ട് നൽകാൻ കഴിഞ്ഞതെന്ന് എൻ്റെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്ത AI വീഡിയോകളിൽ ഏത് AI മോഡലുകളാണ് ഏറ്റവും മികച്ച ഔട്ട്പുട്ട് പ്രോംപ്റ്റിനനുസരിച്ച് നൽകിയതെന്ന് നിങ്ങളുടെ നിരീക്ഷണം കൂടി കമന്റുകളിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി വരുന്നത്